2020 ലോകകപ്പിന്റെ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. ഇത്തവണത്തെ കിരീട ഫേവറേറ്റുകൾ ഇന്ത്യയാണെന്ന് നിസ്സംശയം പറയാം. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ശക്തമായ താരനിരയോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പ്ലേയിങ് 11-ലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസണ് പ്ലേയിങ് 11-ൽ സ്ഥാനം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. മോശം ഫോമിലുള്ള സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് പറയാം. ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഓപ്പണർ റോളിലേക്ക് എത്തുമ്പോൾ 3-ാം നമ്പറിലേക്ക് തിലക് വർമ്മ എത്തും. ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിൽ 5 മത്സരത്തിൽ നിന്ന് 46 റൺസ് മാത്രം നേടിയ സഞ്ജുവിന് ഇപ്പോൾ പഴയ പിന്തുണയില്ലെന്ന് തന്നെ വ്യക്തമായി പറയാനാകും. ഇപ്പോഴിതാ 2020 ലോകകപ്പിന് മുമ്പ് നിർണായക നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മുൻ പേസ് ഓൾറൗണ്ടറായ ഇർഫാൻ പഠാൻ. സഞ്ജു സാംസണെ ഓപ്പണറായി കളിപ്പിക്കണമെന്നും ഇഷാൻ കിഷൻ പ്ലേയിങ് 11-ൽ തുടരുമ്പോൾ റിങ്കു സിംഗിനെയാണ് ഇന്ത്യ പുറത്തിരുത്തേണ്ടതെന്നുമാണ് ഇർഫാന്റെ അഭിപ്രായം. ഇർഫാന്റെ ഈ നിർദ്ദേശം ഇന്ത്യ പിന്തുടരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. റിങ്കു സിംഗ് ഇന്ത്യയുടെ സൂപ്പർ ഫിനിഷറാണ്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബെയും അക്ഷർ പട്ടേലും ഉള്ളപ്പോൾ റിങ്കുവിനെ ഫിനിഷറായി മാത്രം പരിഗണിക്കുന്നതിൽ കാര്യമില്ല. മികച്ച ഫീൽഡറാണ് റിങ്കു. ഡെത്ത് ഓവറുകളിൽ അതിവേഗം റൺസ് ഉയർത്താനും കഴിവുണ്ട്. എന്നാൽ റിങ്കുവിനെ മാറ്റി നിർത്തുന്നത് ഇന്ത്യയുടെ ടീം കരുത്തിനെ കാര്യമായി ബാധിക്കുന്ന കാര്യമല്ല. സഞ്ജു സാംസൺ ഫോമിലേക്ക് എത്തിയാൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. 2020-ൽ ഓപ്പണർ റോളിൽ 3 സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരമാണ് സഞ്ജു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലും ഇത്തരമൊരു മോശം ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതിഹാസ ബാറ്റ്സ്മാനായ കോഹ്ലി തുടർച്ചയായി ഓഫ് സൈഡിൽ പുറത്താകുന്നതും ഒറ്റ സംഖ്യയിൽ പുറത്താകുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ മറികടന്ന് വീണ്ടും ഫോമിലേക്ക് എത്താൻ കോഹ്ലിക്കായി. ഏറ്റവും ഒടുവിലായി ഇത്തരമൊരു അവസ്ഥയിലൂടെ കടന്നുപോയത് നായകൻ സൂര്യകുമാർ യാദവാണ്. 1 വർഷത്തിലേറെ മോശ ഫോം വേട്ടയാടിയ സൂര്യ കഴിഞ്ഞ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത്. ഇതേ പിന്തുണയാണ് ഇപ്പോൾ സഞ്ജുവിനും ആവശ്യം. പ്രതിഭ സ്ഥിരവും ഫോം താൽക്കാലികവുമാണെന്നാണ് പൊതുവെ പറയാറുള്ള കാര്യം. ഇത് തന്നെയാണ് സഞ്ജുവിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും പറയാനുള്ളത്. സഞ്ജുവിൻ്റെ പ്രതിഭ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അവസരം നൽകണമെന്നാണ് ഇപ്പോഴും ഒരു ഭാഗം അഭിപ്രായപ്പെടുന്നത്. ഇർഫാൻ പഠാന് പുറമെ അജിങ്ക്യ രഹാനെയും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ നെറ്റ്സിൽ പരിശീലനം പോലും നടത്താൻ അനുവദിക്കാത്ത സഞ്ജുവിനെ 2020 ലോകകപ്പിൽ കളിപ്പിക്കാൻ ഗൗതം ഗംഭീർ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ താരങ്ങളെ മോശ ഫോമിൻ്റെ പേരിൽ പൂർണ്ണമായും തള്ളിക്കളയുന്നത് ഗംഭീറിൻ്റെ രീതിയല്ല. കഴിവുള്ള താരങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് ഗംഭീറിൻ്റെ ശൈലി. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വാട്ടർ ബോയിയായി ഒതുങ്ങേണ്ടി വരില്ലെന്ന് ഇപ്പോഴും ആരാധകർ വിശ്വസിക്കുന്നു. ഇർഫാൻ പഠാൻ നിർദ്ദേശിച്ചതുപോലെ സഞ്ജുവിനെ കളിപ്പിച്ച് റിങ്കു സിംഗിനെ പുറത്തിരുത്തുന്ന പ്ലേയിങ് 11-നെ അമേരിക്കയ്ക്കെതിരെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. 2024-ലെ 2020 ലോകകപ്പ് ബെഞ്ചിലിരുന്ന് കണ്ട സഞ്ജുവിന് 2026-ലും ഇതേ വിധിയാണോ കാത്തിരിക്കുന്നതെന്നാണ് കണ്ടറിയേണ്ട കാര്യം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.